പണം പോയ വഴി. മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നുമാണെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശിനി വൃദ്ധയെ തേടിയെത്തുന്നു. നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണെന്നും സൈബർ തട്ടിപ്പാണെന്നും തട്ടിപ്പുകാരൻ പറയുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ 1,40,00,000 രൂപ വേണമെന്നായിരുന്നു തട്ടിപ്പുകാരന്റെ ആവശ്യം. പണം അയച്ചു കൊടുത്തില്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാറണ്ട് അയച്ച് അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ഭീഷണി. വൃദ്ധ തട്ടിപ്പുകാരന്റെ ഭീഷണി വിശ്വസിച്ചു. പലതവണയായി 1,40,00,000 രൂപ തട്ടിപ്പുകാരൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് വൃദ്ധ ട്രാൻസ്ഫർ ചെയ്തു. വീണ്ടും 38 ലക്ഷം രൂപ കൂടി അയച്ചു കൊടുക്കാൻ തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ടു. പണം അയക്കുന്നതിനായി വൃദ്ധ ബാങ്കിലെത്തി. ബാങ്ക് അധികൃതരുടെ സമയോചിതമായ ഇടപെടൽ മൂലം പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് നടന്നില്ല. കീഴ്വായ്പൂർ പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. വിശദമായ അന്വേഷണത്തിൽ പ്രതി ഗുജറാത്ത് സ്വദേശി ആനന്ദ് ഗുജറാത്തിലെ ജയിലിൽ കഴിയുകയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണ സംഘം ഗുജറാത്തിലെത്തി പ്രതി ആനന്ദിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്ത് പ്രതി ആനന്ദിനെ തിരികെ ഗുജറാത്തിലെ ജയിലിൽ തന്നെ എത്തിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.